നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെനു എഞ്ചിനീയറിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിനൊരു ചെക്ക് ലിസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. 6 പ്രധാന പോയിന്റുകളുള്ള ചെക്ക് ലിസ്റ്റുകളാണ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. ആദ്യ പോയിന്റ് കോസ്റ്റ് ഓഫ് മെനു ആണ്. ഓരോ മെനുവിന്റെയും വില എത്രയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയണം. അതേപോലെ തന്നെ അനാലൈസിസ് യുവർ സെയിൽ. നിങ്ങളുടെ ബിസിനസ്സിൽ എത്രത്തോളം സെയിൽ നടക്കാൻ സാധ്യതയുണ്ട് ഓരോ മെനുവിനെയും ബേസ് ചെയ്തുകൊണ്ട്, അതും നമുക്ക് കൃത്യമായിട്ട് അറിയണം. പിന്നീട് ചെയ്യേണ്ടത് നമ്മുടെ മെനു എഞ്ചിനീയറിംഗ് ആണ്. മെനുവിനെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാനും അതിന്റെ വില നിലവാരത്തെ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യാനും കഴിയുന്ന രൂപത്തിലുള്ള ഒരു മെനു എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. 4ാമത്തെ പോയിന്റ്, നിങ്ങളുടെ മെനുവിൽ നിലവിലുള്ള മെനുവാണ് നിങ്ങൾ റീ എഞ്ചിനീയറിംഗ് വർക്കാണ് ചെയ്യുന്നത് എങ്കിൽ അതിലെ ഡോഡ്ജി ഡിഷസുകൾ ഏതൊക്കെയാണുള്ളത്, ഡെഡ് ആയി കിടക്കുന്ന മെനു ഐറ്റംസുകൾ ഏതൊക്കെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയണം. 5ാമത്തെ പോയിന്റ്, സ്ട്രീം ലൈൻ ചെയ്യുക എന്നുള്ളതാണ് മെനുവിനെ. കാരണം ഒരുപാട് മെനു കുത്തി നിറച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കാൻ പാടില്ല. അതുകൊണ്ട് 5ാമത്തെ പോയിന്റ് മെനുവിനെ സ്ട്രീം ലൈൻ ചെയ്യുക എന്നുള്ളതാണ്. 6ാമത്തെ പോയിന്റ്, നിങ്ങളുടെ ടീമിനെ കൃത്യമായിട്ട് ഈ മെനു പഠിപ്പിച്ചിരിക്കുക എന്നുള്ളതാണ് 6ാമത്തെ പോയിന്റ്. നമുക്കിനി ഓരോ പോയിന്റുകളെയും കൃത്യമായിട്ട് വിശകലനം ചെയ്യാം. കോസ്റ്റ് ഓഫ് മെനു. ഒരു മെനു ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ട് എന്നും എത്ര സമയം കൊണ്ടാണ് ആ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് അറിയുമ്പോൾ മാത്രമാണ് ആ ഉൽപ്പന്നത്തിന് നമുക്ക് ഫുഡ് കോസ്റ്റ്, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമാണ് ആ ബിസിനസ്സിലേക്ക് നമ്മൾ ആ മെനു കൊണ്ടുവരുന്ന സമയത്ത് അതിനെ എത്ര ലാഭം നമുക്ക് നേടാൻ കഴിയുമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. അപ്പൊ കോസ്റ്റ് ഓഫ് മെനു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങളുടെ ഫുഡ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി, ഇതിനെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം കോസ്റ്റ് ഓഫ് മെനു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത പോയിന്റ് അനലൈസ് യുവർ സെയിൽ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം കസ്റ്റമർ വാക്കിങ്സ് നിങ്ങളുടെ റെസ്റ്റോറന്റിൽ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയണം. കാരണം എത്രത്തോളം സെയിൽ നടക്കാൻ സാധ്യതയുണ്ട്, അതിനനുസരിച്ച് വേണം നിങ്ങളുടെ സ്റ്റാഫിങ്ങും നിങ്ങളുടെ കിച്ചന്റെ സെറ്റിംഗ്സും ഒക്കെ നിങ്ങൾ ചെയ്യാൻ. അപ്പൊ ഈ പറയുന്ന കോസ്റ്റുകളൊക്കെ എത്രത്തോളം വരുന്നുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇതിന്റെ മെനു കോസ്റ്റ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി, മെനു എഞ്ചിനീയറിംഗ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കസ്റ്റമർ വാക്കിംഗ് എത്രയാണ്, നമ്മുടെ ടേൺ ഓവർ എത്രയാണ് ഉണ്ടാകുക, ഡെയിലി വീക്കിലി പിന്നെ സെയിലുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത പോയിന്റ് മെനു എഞ്ചിനീയറിംഗ് ആണ്. മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെനു നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മെനുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ വില നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം നേടിത്തരുന്ന മെനുകൾ ഏതാണ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് കസ്റ്റമറുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത്. നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം നേടിത്തരുന്ന, ഏറ്റവും കുറഞ്ഞ ഉൽപാദന ചെലവുള്ള ഉൽപ്പന്നങ്ങളെ കസ്റ്റമറുടെ മുമ്പിൽ ഏറ്റവും നല്ല രീതിയിൽ അവരെ അട്രാക്ട് ചെയ്യപ്പെടുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ അവരുടെ അതായിരിക്കണം. സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുമ്പോഴേ മറ്റു മെനുകളിലേക്ക് അവർ എത്താൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മെനുകൾ അവർക്ക് ഏറ്റവും പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മെനു ഡിസൈനുകളായിരിക്കണം നമ്മൾ ഇതിൽ കൊണ്ടുവരേണ്ടത്. അപ്പൊ മെനു എഞ്ചിനീയറിംഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാർട്ട്, നമുക്ക് ഏറ്റവും ലാഭം നേടാൻ കഴിയുന്ന, ഏറ്റവും ഉൽപാദന ചെലവ് കുറവുള്ള ഉൽപ്പന്നങ്ങളെ കസ്റ്റമറെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ മെനുവിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ദെൻ 4ാമത്തെ പോയിന്റ് ഡോഡ്ജി ഡിഷസുകളാണ്. നമ്മുടെ ഡെഡ് ആയി കിടക്കുന്ന ഡിഷ് ഐറ്റംസുകൾ, വിൽപ്പന വളരെ കുറഞ്ഞതും ചിലപ്പോൾ വിൽപ്പന നടക്കാതിരിക്കുന്നതുമായിട്ടുള്ള ഡിഷുകൾ നിങ്ങളുടെ മെനുവിൽ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതാണ്.
ഒന്നുകിൽ നമുക്ക് ആ മെനുവിൽ നിന്ന് എടുത്തൊഴിവാക്കാം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ആ മെനുവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്കത് വിൽപ്പനയിലേക്ക് കൊണ്ടുവരാം. അഞ്ചാമത്തെ പോയിന്റ് മെനു സ്ട്രീംലൈൻ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് സ്ട്രീംലൈൻ എന്ന് പറയുന്നത്? നമ്മൾ ഒരുപാട് മെനു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കസ്റ്റമറുടെ കയ്യിലേക്ക് ഒരു മെനു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അയാൾ കൺഫ്യൂസ്ഡ് ആണ്. ഏതാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്യേണ്ടത്? നമ്മുടെ മെനു ഒന്ന് സ്ട്രീംലൈൻ ചെയ്യുക. ആളുകൾക്ക് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ മെനുകൾ സെറ്റ് ചെയ്യുക. ഒരുപാട് മെനുകൾ കൊണ്ടുവരുന്നതിന് പകരം ലിമിറ്റഡ് മെനുകൾ വെച്ച് നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന കസ്റ്റമർക്ക് പെട്ടെന്ന് മെനു തിരഞ്ഞെടുക്കാനും അവരുടെ മുമ്പിലേക്ക് പെട്ടെന്ന് നമ്മുടെ സർവീസുകൾ കൊടുക്കാനും അവർക്ക് പെട്ടെന്ന് കഴിച്ച് അവർക്ക് നമ്മുടെ റെസ്റ്റോറന്റിൽ നിന്ന് പോവാനും ആ സീറ്റുകൾ നമുക്ക് അടുത്ത കസ്റ്റമേഴ്സിന് ഉപയോഗിക്കാനും നമുക്ക് കഴിയും. അതേസമയം മെനുവിൽ നിന്ന് നമുക്ക് അവർക്ക് ആവശ്യമുള്ള ഒരു വിഭവം തിരഞ്ഞെടുക്കാൻ വേണ്ടി ധാരാളം സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അത്രയും സമയം നമ്മളുടെ സീറ്റിംഗ് അവിടെ എൻഗേജ്ഡ് ആവുകയാണ് ചെയ്യുന്നത് ആ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സ്ട്രീംലൈൻ യുവർ മെനു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അടുത്ത ലാസ്റ്റ് പോയിന്റ്, ട്രെയിൻ യുവർ സ്റ്റാഫ്. നിങ്ങളുടെ ടീമിനെ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കണം. നിങ്ങളുടെ മെനു എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ലാഭകരമായിട്ടുള്ള വിഭവങ്ങൾ, ആ വിഭവങ്ങൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി കസ്റ്റമറെ എന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. കസ്റ്റമറെ കൂടുതൽ ആ വിഭവത്തിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ സ്റ്റാഫിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പല വിഭവങ്ങളോടൊപ്പവും വിൽക്കാൻ കഴിയുന്ന മറ്റു ചില അപ്സെല്ല് ചെയ്യാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വിഭവങ്ങൾ നമ്മുടെ മെനുവിലുണ്ട്. ആ മെനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിന് ഇവരെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കണം. അത് എങ്ങനെ വിൽപ്പന നടത്തണം എന്നുള്ളത് നമ്മൾ അവർക്ക് പഠിപ്പിക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവർ മെനുവിൽ നിന്ന് കൂടുതൽ അപ്സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകും. ഇത് മെനു എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ മെനു എഞ്ചിനീയറിംഗിന്റെ പ്രധാനപ്പെട്ട 6 പാർട്ടുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കോസ്റ്റ് ഓഫ് മെനു സെറ്റ് ചെയ്യുക, നമ്മുടെ സെയിലിനെ അനലൈസ് ചെയ്യുക, മെനു എഞ്ചിനീയറിംഗ് നടപ്പിലാക്കുക, ഡെഡായി കിടക്കുന്ന ഡിഷുകളെ തിരിച്ചറിയുക, മെനു സ്ട്രീംലൈൻ ചെയ്യുക, നമ്മുടെ സ്റ്റാഫിനെ, നമ്മുടെ ടീമിനെ ഈ മെനു ട്രെയിൻ ചെയ്തെടുക്കുക, ഈ മെനുവിനെ കുറിച്ച് അവരെ പഠിപ്പിക്കുക. താങ്ക് യു.